30 വർഷത്തിന് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാലം പിറക്കുകയാണ്. നിരാശയും കടങ്ങളും അവഗണനയും നിറഞ്ഞ ഒരു കാലഘട്ടം മാറി. ഇപ്പോൾ വിധി തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു രാജകീയമായ തിരിച്ചുവരവ് ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിരിക്കുന്നു. കഷ്ടപ്പാടുകളിൽ നിന്നും രാജകൊട്ടാരത്തിലേക്കുള്ള യാത്ര ഈ 11 നക്ഷത്ര ജാതകർക്ക് ഇനി വലിയൊരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നതൊക്കെയും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലഭിക്കാൻ പോവുകയാണ്. അത്തരമൊരു വലിയ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നു. ഏപ്രിൽ 1 മുതൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ അവരിൽ ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ ഒറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയേക്കാം. ജീവിതം മാറി മറിയുന്ന സമയം, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന സമയം നമുക്കിന്നറിയാം. ദുരിതത്തിനും ദുഃഖത്തിനും ശേഷം രാജകീയമായ ഉയർച്ച നേടുന്ന ആ 11 നക്ഷത്ര ജാതകരുടെ ജീവിതമാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നാളെ ചൊവ്വാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പൂജ ചെയ്യാം. ശനിയും ഗുരുവും രാഹുവും ഈ 3 ഗ്രഹങ്ങളും ഒരുമിച്ച് കർമ്മഫലത്തിൽ ട്രാൻസിറ്റ് ചെയ്യുന്ന കാലമാണിത്. കഴിഞ്ഞ 10 വർഷം ഈ നക്ഷത്ര ജാതകരിലെ പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമായിരുന്നു. അതിൽ കടങ്ങളുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ തമ്മിലുള്ള തകർച്ചകൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ പലരിൽ നിന്നും അവഗണന, അങ്ങനെ പല ദുരിത ദുഃഖങ്ങളും തടസ്സങ്ങളുമൊക്കെ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. അതായത് ശനി റിവാർഡ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉയർച്ചയായിരിക്കും വന്നു ചേരുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ പോകുന്നു. അതായത് കഷ്ടപ്പാടിനൊക്കെ വിരാമമിട്ട് ഒരു രാജകീയമായ ഒരു കിരീടം ചൂടി ജീവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു. ഇനി നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കും. രാജാവിനെ പോലെ ജീവിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതെ, രാജാവിനെ പോലെ ജീവിക്കാനുള്ളൊരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവഗണനകളും ഒക്കെ അനുഭവിച്ചവരാണ് ഇവർ. ഇനി ഇവർക്ക് രാജകീയമായി ജീവിക്കാം. ഈ 11 നക്ഷത്ര ജാതകർ നേരിടുന്നത് വലിയ ദുഃഖദുരിതങ്ങൾ തന്നെയാണ്. അവർക്ക് എങ്ങനെയുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക? അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറെ കാലമായി തടസ്സമായിരുന്നു. എന്നാൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ പെട്ടെന്നൊരു വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്നു. ധാരാളം ധനം വന്നു ചേരുന്ന സമയം, ഒരുപാട് റിട്ടേൺ കിട്ടുന്ന സമയം, അതായത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഒരുപാട് നമുക്ക് തിരിച്ചു കിട്ടുന്ന സമയമാണ് ഇപ്പോൾ. വട്ടപൂജ്യത്തിൽ നിന്നും ഒരു കോടീശ്വര യോഗത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു VIP പോലെ ജീവിക്കാനുള്ളൊരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. വട്ടപൂജ്യത്തിൽ നിന്നും VIP സ്റ്റേജിലേക്ക് ഈ നക്ഷത്ര ജാതകർ വരുന്നു. ചൊവ്വയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രത്തിൽ ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. 2 ദീപം കത്തിക്കുക. 2 ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളെയും മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ദുഃഖദുരിതങ്ങൾ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രമാണ്. അത് മറ്റാരുമല്ല, ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് പെട്ടെന്നൊരു വലിയ മാറ്റം വന്നു ചേരുന്ന സമയമാണ്. എല്ലാം മാറി മറിയുന്ന സമയം.
നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇനിയാണ് വന്നു ചേരുന്നത്. നിങ്ങളുടെ വെൽത്ത് ഗ്രോത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സമയം. ഒരു ലീഡർഷിപ്പ് പൊസിഷൻ, അതായത് നിങ്ങൾ എവിടെയും ലീഡറായി നിൽക്കാനുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് വന്നു ചേരുന്നു. നല്ല സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് വലിയൊരു നേട്ടവും ഒരു കോടീശ്വര യോഗവും വന്നു ചേരുന്നു. ഭരണി നക്ഷത്ര ജാതകർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ശനിയാഴ്ച എള്ളുദീപം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ, ഒരുപാട് ഉയർച്ചയിലെത്താനും സാധ്യമാകും. മൂന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നു. ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഒരു വലിയ വീട്, വാഹനം, അങ്ങനെ സകല സുഖ സൗകര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കും. ഒരു ബ്രാൻഡ് ലൈഫ് തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസം. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം. മകീരം നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. കരിയറിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയം. കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതം നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന സമയം. നമുക്ക് അറിയാം, കണ്ടു തന്നെ അറിയാം, രക്ഷപ്പെടും, യാതൊരു സംശയവുമില്ല. പരിഹാരമായി രാവിലെ സൂര്യനമസ്കാരം ചെയ്യുക. സൂര്യനമസ്കാരം ചെയ്യുന്നത് ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരാൻ കാരണമാകും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടം, പവർഫുള്ളായിട്ടുള്ള ഒരു വലിയ നേട്ടത്തിൻ്റെ സമയമാണ്. കഴിഞ്ഞു പോയ കാലത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഇപ്പോൾ സമൃദ്ധിയും സന്തോഷവും ഒരുപാട് അനുഭവിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ജീവിതത്തിലെ രാജയോഗ സമയമാണിത്. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ആ പ്രശ്നങ്ങളും ആ സങ്കടങ്ങളുമൊക്കെ അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുന്നു. ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. തിങ്കളാഴ്ച ശിവപൂജ ചെയ്യുക. ശിവപൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകർക്കും ഇത് രാജയോഗത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. പൂയത്തിനിത് രാജയോഗമാണ്. മണി പവർ, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഒരു റെസ്പെക്റ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. അതായത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും പബ്ലിക്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ആഗ്രഹമാണ്, അതൊക്കെ നടന്നു കിട്ടും. ആ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന ദിവസം. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോവുക, പ്രാർത്ഥനയൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരക്കാർക്കും ഇത് നല്ല ഒരു ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം. ഒരു നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സൂപ്പർ സക്സസ്സിലേക്ക് നിങ്ങളെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ക്രിയേറ്റീവ് പീപ്പിൾ സൂപ്പർ സക്സസ് എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഏതായാലും വലിയൊരു ഭാഗ്യത്തിലേക്ക്, വലിയൊരു നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിലൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിക്കും. നിങ്ങളുടെ ബാങ്കിലൊക്കെ ധാരാളം ധനം വന്നു ചേരും. അതായത് നിങ്ങൾക്കൊരു കോടീശ്വരനാകാൻ കഴിയുന്ന സമയമാണിത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം, ഭാഗ്യം നിങ്ങൾ കൊയ്യും. ഭാഗ്യമാണ്,
നേട്ടമാണ്, ഉയർച്ചയാണ്. ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ പൂജ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരാൻ കാരണമാകും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്ര ജാതകർക്ക് ഒരു ഹിഡൻ പവർഫുൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ശനിയാഴ്ച ദിവസം ഉപ്പ് ദാനം ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ലൈഫ് ടൈം ഒക്കെ നല്ല രീതിയിൽ ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വന്നു ചേരും. അതായത് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ നിങ്ങൾക്ക് പൈസ അയച്ചു തുടങ്ങും. ഏതായാലും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് രാജയോഗമാണ്. നഷ്ടപ്പെട്ടതൊക്കെ വലിയ മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ദിവസവും 3 പ്രാവശ്യം നിങ്ങൾ വിജയത്തിലേക്ക് എത്തും എന്ന് പറയുക. ഭാഗ്യത്തിൻ്റെ സമയമാണ്. 10 വർഷത്തിന് ശേഷം രാജകീയമായ ഒരു തിരിച്ചുവരവിലേക്ക് കടക്കുന്ന 11 നക്ഷത്ര ജാതകർ ഇവരാണ്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ട് എങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഹോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തണം. കാരണം ഈ വീഡിയോ 2026 കോടീശ്വര യോഗം കിട്ടുന്ന രാശികളെക്കുറിച്ചുള്ളതാണ്. ഇന്നു മുതൽ ഉണരട്ടെ വലിയ നിലയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് ബന്ധപ്പെടുക. തീർച്ചയായും മറുപടി തരും. നന്ദി, നമസ്കാരം.